ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സേതു മാധവനെയാണ്. തുടർന്ന് തളർന്ന് വഴിയരികിലിരുന്നതിന് ശേഷം സേതു വീണ്ടും വിഷമത്തോടെ നടക്കാൻ ആരംഭിക്കുമ്പോഴേക്കും ഇത് കാണുന്ന അവന്തിക സേതുവിനെ വണ്ടി ഇടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് സേതുവിന്റെ സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തിയതിനു ശേഷം ഒരു പേപ്പർ കാണിച്ചുകൊണ്ട് അവന്തിക ചോദിക്കുകയാണ്, ഇത് എന്താണ്? നിന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാമെന്ന് സേതു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഇത് അച്ഛന്റെ മകൻ എനിക്കയച്ച ഡിവോഴ്സ് നോട്ടീസ് ആണെന്ന് അവന്തിക പറയുമ്പോ, ആഹാ, നിനക്കത് കിട്ടിയോ? ഞാൻ അവനോട് പറഞ്ഞത് നല്ലൊരു വക്കീലിനെ പോയി കണ്ട് നോട്ടീസ് അയക്കാൻ. അപ്പോ എന്റെ ഭർത്താവിനെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കാനായി അച്ഛൻ തീരുമാനിച്ചല്ലേ എന്ന് സേതു ചോദിക്കുമ്പോ, എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ആദ്യത്തെ തെറ്റായ തീരുമാനമായിരുന്നു അവനെ കൊണ്ട് നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നിന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഡിവോഴ്സ് നോട്ടീസ്. ഇത് കേൾക്കുന്ന അവന്തിക അച്ഛനോട് ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന്റെ മുന്നിൽ നിന്നും കരയുന്നതാണ് കാണിക്കുന്നത്. ഏത് കുറ്റവാളിക്കും ഒരവസരം കൂടി എല്ലാവരും കൊടുക്കാറില്ലേ? അതേപോലെ അച്ഛനും എനിക്കൊരവസരം തരണം. ഇത് കേൾക്കുന്ന സേതു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ അഭിനയ മികവിനെ നല്ലൊരു അവാർഡ് തന്നെ തരണം. ഇനി നിന്റെ ചതിക്ക് കൂട്ടുനിൽക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ഇതുവരെ എന്റെ മകൻ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നുള്ള പടികേറ്റമാണ് ഇപ്പോ ഈ ഡിവോഴ്സ് നോട്ടീസായിട്ട് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ഡിവോഴ്സ് നടക്കാൻ? നീ എന്താണെങ്കിലും ഡിവോഴ്സ് കൊടുക്കണ്ട. കോടതിയിൽ കേസ് ചെല്ലുമ്പോ സത്യാവസ്ഥയൊക്കെ ബോധ്യപ്പെടുമ്പോ അവർ തന്നെ ഡിവോഴ്സ് തന്നോളുമെന്ന് സേതു പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇനി നീ നെല്ലിശ്ശേരിയുടെ പടിചവിട്ടിയാലേ നിന്റെ രണ്ടു കാലം ഞാൻ തല്ലി ഓടിക്കും. എന്റെ മകന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേന്ന് സേതു പറയുമ്പോ, എന്നെ കൊന്നാലേ ശരി, ഞാൻ എന്താണെങ്കിലും നെല്ലിശ്ശേരിയിലേക്ക് വരുമെന്ന് അവന്തിക പറയുന്നു. നിന്നെ കൊന്നാലേ എന്റെ മകന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുകയുള്ളൂ എന്നാണെങ്കിൽ നിന്നെ കൊല്ലാനും എനിക്കൊരു മടിയുമില്ല. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നു. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, കിളവൻ പണ്ടത്തെ പോലെയല്ല, സ്ട്രോങ് ആയിട്ടുണ്ട്. നിന്നെ ഇനി എന്താണെങ്കിലും നെല്ലിശ്ശേരിയിലേക്ക് കയറ്റാനേ പോകുന്നില്ലെന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുമ്പോ ആ ഡിവോഴ്സ് പെറ്റീഷൻ വലിച്ചു കീറിക്കൊണ്ട് അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇനി എന്താണെങ്കിലും ആ അറ്റകൈ പ്രയോഗം തന്നെ നടത്തിയെടുക്കാം. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കാനിരിക്കുന്നതാണ് കാണിക്കുന്നത്. അർച്ചനയിടത്തിലെ ഡിസ്ചാർജ് ആകാറായെന്ന് സന്ദീപ് പറയുമ്പോ, അവര് ഇങ്ങോട്ടല്ലേ വരുന്നതെന്ന് സേതു ചോദിക്കുന്നു. അല്ലച്ചാ, ഇങ്ങോട്ടല്ലായിരിക്കും അവര് വരുന്നത്, അവര് വൃന്ദാവനത്തിലേക്കായിരിക്കും പോകുന്നതെന്ന് ആതിര പറയുമ്പോ, അതെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? ഇവിടെ നോക്കാൻ ആളുകൾ കൂടുതലല്ലേ എന്ന് സേതു പറയുന്നു. അല്ലച്ചാ, അച്ചു ചേച്ചിക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്, അതുകൊണ്ട് കുറച്ചുനാള് വൃന്ദാവനത്തിൽ നിന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാമെന്നാ പറഞ്ഞതെന്ന് ആതിര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കുഞ്ഞും കൂടി വൃന്ദാവനത്തിൽ എത്തിയിരിക്കുന്നതാണ്. മീര ആരതി ഒഴിഞ്ഞു തന്നെ അവരെ സ്വീകരിക്കുമ്പോ വലതുകാലം വെച്ച് അകത്തേക്ക് കയറാനായി സച്ചിയും പറയുന്നു. അങ്ങനെ അർച്ചനയും കുഞ്ഞും സച്ചിയും കൂടി മുറിയിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഞാനും കൂടി ചെന്ന് ആക്കിയാലേ അമ്മയ്ക്ക് അത്രയും എളുപ്പമാകുമെന്ന് പറഞ്ഞ് മീര കമലയുടെ ഒപ്പം അടുക്കളയിലേക്ക് പോകുമ്പോൾ സച്ചി പറയുകയാണ്, അതെ, തന്നെയും കുഞ്ഞിനെയും നോക്കാനായിട്ട് ഞാനും ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അതെ, അങ്ങനത്തെ ആഗ്രഹമൊന്നും മനസ്സിൽ വേണ്ട. പണ്ടത്തെ കാലമായിരുന്നെങ്കിലേ സച്ചിയേട്ടനെ ഈ മുറിക്കകത്തോട്ട് പോലും മുത്തശ്ശിമാരെ കേട്ടില്ലായിരുന്നു. 56 ദിവസം കഴിഞ്ഞു മാത്രമേ ഭാര്യമാരെ കാണാൻ പോലും അനുവദിക്കാറുള്ളൂ. എടോ, അതിലൊന്നും അത്ര കാര്യമില്ലെന്ന് സച്ചി പറയുമ്പോ, എന്നെ നോക്കി ഇവിടെ നിൽക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്? നല്ല കുത്ത് ഞാൻ വെച്ചു തരും, മര്യാദക്ക് വീട്ടിൽ പൊക്കോളാൻ അർച്ചന സച്ചിയോട് പറയുന്നു. എന്നാലേ താനിവിടെ മോളെയും കൊണ്ടിരുന്നോ, ഞാൻ വീട്ടിൽ പോയി അമ്മുക്കുട്ടിയും കളിപ്പിച്ചുകൊണ്ടിരുന്നോളാമെന്ന് സച്ചി പറയുമ്പോ വിഷമത്തോടെ ഇരിക്കുകയാണ് അർച്ചന. എന്താടോ, തനിക്ക് പെട്ടെന്ന് എന്തു പറ്റി? അല്ല ആതിര, അവൾക്ക് മോളോടുള്ള പൊസസീവ്നെസ് കൂടുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് അർച്ചന പറയുമ്പോ, എന്തൊക്കെ പറഞ്ഞാലും അവള് പ്രസവിച്ച മോളല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ കാണുമെന്ന് സച്ചിയും പറയുന്നു. തുടർന്ന് അർച്ചനയുടെ വിഷമം മാറാനായി അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി. അതേസമയം അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് കമല അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്ന് സച്ചി പുറത്തേക്ക് പോകുമ്പോ കമല അർച്ചനയോട് പറയുകയാണ്, അതെ, നിന്നെ നോക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ. ഭർത്താവുമായിട്ടുള്ള തുടലും പിടിക്കലുമൊന്നും ഇപ്പോഴേ വേണ്ട. ഇത് കേൾക്കുന്ന അർച്ചന നാണത്തോടെ തലകുനിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കരഞ്ഞുകൊണ്ട് തുണികൾ മടക്കുന്ന ആതിരയാണ് കാണിക്കുന്നത്. അതേസമയം സന്ദീപ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താടോ, തനിക്ക് എന്ത് പറ്റിയെന്ന് ആതിര ചോദിക്കുമ്പോ, മോളെക്കുറിച്ച് ഓർത്താണ് എനിക്ക് വിഷമം ആതിര പറയുന്നു. പ്രസവിച്ചത് ഞാനാണെങ്കിലും അവളെ ഇത്രയും നാളും വളർത്തിയത് ചേച്ചിയല്ലേ. ചേച്ചി എങ്ങനെയാ അവളെ നോക്കിയതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഒരു നിമിഷം പോലും ചേച്ചിക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റുമായിരുന്നില്ല. അത് ഓർക്കുമ്പോഴാ എനിക്ക് പേടിയെന്ന് ആതിര പറയുമ്പോ സന്ദീപ് പറയുകയാണ്, താനിപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് നമ്മുടെ കുഞ്ഞാണ്, നമ്മള് ഈ കുഞ്ഞിനെ വളർത്തുക തന്നെ ചെയ്യുമെന്ന് സന്ദീപ് ഉറച്ചു പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.